ആമസോണിൽ ഞാൻ കുറച്ച് പുതിയ നൈറ്റ് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫുള്ളും ഒരു കോട്ടന്റെ മെറ്റീരിയലാണ്. ഇപ്പൊ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ ചൂടാണ്ടൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നൈറ്റിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് നൈറ്റ് ഡ്രസ് ആണ് എനിക്കൊന്നുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത്. നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഭയങ്കര ലൈറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നല്ലൊരു ബ്ലൂവും അത് നമുക്ക് ആഷ് ആയിട്ട് തോന്നുന്നുണ്ട്. ലൈറ്റ് ബ്ലൂവിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഒരു നല്ലൊരു നൈറ്റ് ഡ്രസ് ആണ്. ഇതൊക്കെ ഞാൻ വൺ ടൈം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതോടെ യൂസ് ചെയ്തിട്ട് അളക്കി വെച്ചിട്ടുള്ളതാണ്. ഒരുപാട് ലെങ്ത് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ലെങ്ത് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡ്രസ്സുകളാണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇറക്കം വേണം, അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പൊ ഇതേപോലെ ഇങ്ങനത്തെ ടോപ്പുകളുടെ കേസിലൊക്കെ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ടോപ്പാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അത് കോട്ടൺ അല്ലേ, റയോൺ പോലത്തെ മെറ്റീരിയൽ ആണ്. കുറച്ചൊരു എന്ത് ബ്ലൂ, ഇതും ബ്ലൂവിന്റെ ഒരു വേറൊരു ഷെയ്ഡ് കേട്ടോ. ഇതേപോലെയാണ് വരുന്നത്. എനിക്ക് ഈ നൈറ്റ് ഡ്രസ് ആണെങ്കിലും കുറച്ചൊക്കെ ഒതുങ്ങിയിരിക്കണതാണ് ഇഷ്ടം. അതായത് കറക്റ്റ് ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. അതിൽ ഒന്ന് എനിക്ക് കുറച്ചൊരു വലിപ്പമാണ്. ഒക്കെ ഒരു ലാർജ് സൈസ് തന്നെയാണെങ്കിലും ഓരോ ബ്രാൻഡിന്റെ ആയിരിക്കും. അപ്പൊ ഇതേപോലെയാണ് ഒരു ഷർട്ട് മോഡലിന്റെ ടോപ്പ് വരുന്നു. ഇങ്ങനെയാണ് പാന്റ് വരുന്നത് കേട്ടോ. അതാണ് സെക്കൻഡ് ആയിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്. ഇത് നമ്മുടെ ഒരു ബനിയൻ ക്ലോത്തിന്റെ കൂടെ കുറച്ചും കൂടെ കട്ടിയുള്ള മെറ്റീരിയലാണ്. ഒരു മജന്ത അങ്ങനത്തെ ഒരു ഷെയ്ഡ്, നല്ലൊരു ഓരോ പ്രിന്റ് വേണം. ചെറിയൊരു ബ്ലാക്കും അതേപോലെ ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ വൈറ്റ് കളറിൽ പ്രിന്റ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ അതേ സെയിം പാറ്റേണിൽ തന്നെ ഇതിന് ഫുൾ കൈ ആണ് സ്ലീവ് വരുന്നത്. ഫുൾ കൈ തന്നെയല്ലേ? ഫുൾ കൈ ഉണ്ടോ? അല്ല, ഈ ഒരു 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് കോട്ടന്റെ തന്നെയാണ്. കോട്ടണില് ഇങ്ങോട്ട് നോക്കാം അല്ലെ. ഇതും ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഒരു ഡാർക്ക് ബ്ലൂവിൽ ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നു. ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ പാന്റ് വരുന്നത്. പക്ക നല്ല അടിപൊളി പ്യുവർ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ്. അങ്ങനെ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നല്ല. ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. അപ്പൊ എന്തോന്ന് പറയാൻ വേണ്ടി വന്നല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. കണ്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് ഒരു പീച്ച് അല്ലെ പിങ്ക് ആ ഒരു ഷെയ്ഡില് വൈറ്റ് ഇതേപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ്. അപ്പം ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ പാന്റ് വരുന്നത്. അതേപോലെ ഇതാണ് കേട്ടോ ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. അപ്പം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം 500 സംതിങ് ഒക്കെയാണ് വരുന്നത്. ഇതിന് മാത്രം ഒരു 700 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. ഈ ഒരു ബനിയൻക്ലോത്തിന്റെ കട്ടി കൂടിയത്. ബാക്കിയൊക്കെ 500, 600 ആ റേഞ്ചിലാണ് വരുന്നത്. ആമസോണിൽ ഓഫറുള്ള സമയത്ത് എടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എതിരെ ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.